റിപ്പോർട്ട്സ് ആദ്യം പോകുന്നത് ഛത്തീസ്ഗഡിലേക്കാണ്. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ഛത്തീസ്ഗഡിലെ മുൻ മാവോയിസ്റ്റ് നേതാവ്. മാവോയിസ്റ്റുകൾക്ക് ക്രിസ്ത്യൻ മിഷണറിമാരുമായി ബന്ധമുണ്ടെന്ന് ദണ്ഡേവാഡ മുൻ ഡിവിഷണൽ കമാൻഡർ. റായ്പൂർ, ജതൽപൂർ, ദണ്ഡേവാഡ എന്നിവിടങ്ങളിലുള്ളവരുമായാണ് ബന്ധം. ഇവരിൽ നിന്ന് മാവോയിസ്റ്റുകൾക്ക് സഹായം കിട്ടുന്നുണ്ട്. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിലെ കോർച്ചോളി ഗ്രാമത്തിൽ നിന്നുള്ള മുൻ ഡിവിഷണൽ കമാൻഡറുടേതാണ് വെളിപ്പെടുത്തൽ. 2015 കീഴടങ്ങിയ ഇദ്ദേഹം ദണ്ഡേവാഡയിലെ സർക്കാർ പുനരധിവാസ കേന്ദ്രത്തിലാണ് നിലവിലുള്ളത്. करते मतलब उनका संपर्क अलग से रहता है। मतलब हम लोग, मैं क्योंकि छोटा मतलब पद में था तो हमको उतना जिम्मेदारी नहीं देते थे। पूरा बड़े लेवल के लोग ही पूरा हर चीज़ के लिए बाहर से ज़रूर संपर्क रहते हैं, तभी हर एक चीज़ उनको सुविधा हो जाता है। पूरा लैपटॉप, कंप्यूटर सब कुछ मिलता है। बाहर का से जितना भी है शहर से जाता है, शहर का आदमी ज़रूर रहता है। मान के चलो दंतेवाड़ा, किरंदुल, बैलाडीला, इधर जगदलपुर, रायपुर से पूरा आदमी उनके हाथ में रहते हैं, पर पता नहीं चलता कि कौन संपर्क में कहाँ मिलते हैं, क्या है वो पता नहीं रहता। छोटे छोटे से जो डीसी को भी पता रहता है, डीसी रैंक के मतलब डिविजनल कमेटी सदस्य उनको रहता है, लेकिन सबसे काम उन्हीं को एजेंसी से सीसी जानते हैं। ലൈവ് റിപ്പോർട്ട്സ് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരുടെ മാവോയിസ്റ്റ് ബന്ധമാണ്. ഛത്തീസ്ഗഡിൽ നിന്നും എസ് ശ്രീകാന്ത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, നേരത്തെ തന്നെ നമുക്കറിയാം ഛത്തീസ്ഗഡിലെ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരശക്തികൾക്കും മാവോയിസ്റ്റുകൾക്കുമിടയിൽ വലിയൊരു ബന്ധം നിലനിന്നിരുന്നു. മാവോയിസ്റ്റുകൾക്ക് വനവാസി മേഖലകളിലുള്ള സ്വാധീനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും ക്രൈസ്തവ മിഷണറിമാർ, അത് ഛത്തീസ്ഗഡിലാണെങ്കിലും ജാർഖണ്ഡിലാണെങ്കിലും ഒഡീഷയിലാണെങ്കിലും വലിയ തോതിലുള്ള മതപരിവർത്തന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ കൂടുതൽ തെളിവുകളല്ലേ ഈ ഘട്ടത്തിൽ ജനം TV പുറത്തുവിടുന്നത്? ശ്രീകാന്ത്, മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മതപരിവർത്തനവും മനുഷ്യക്കടത്തും നിർബാധം നടത്തുക, ഹിന്ദു സംഘടനകളെ വളഞ്ഞിട്ട് ആക്രമിക്കുക, മതമേലധ്യക്ഷന്മാർ തന്നെ അതിന് നേതൃത്വം നൽകുക, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ കേരളത്തിൽ നിന്നും ഛത്തീസ്ഗഡിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ ഛത്തീസ്ഗഡിലെ ഹിന്ദു സംഘടനകളെയും സംഘടനാ പ്രവർത്തകരെയും പൂർണ്ണമായും താറടിച്ച് കാണിച്ച് ഇവിടെ വലിയ ഈ ക്രൈസ്തവ വേട്ട നടക്കുന്നു എന്ന നരേറ്റീവ് ഉണ്ടാക്കി മുന്നോട്ട് പോകാനാണ്, ഈ ഒരു അവസരം മുതലാക്കാനാണ് മതമേലധ്യക്ഷന്മാരും രാഷ്ട്രീയ പാർട്ടികളും നേരത്തെ മുതൽ ശ്രമിച്ചത്. ഈ ഒരു 10 ദിവസമായി നമ്മളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതും. അവർ ചെയ്തിരുന്ന, അവർ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ അവർ മെനഞ്ഞെടുത്ത കഥകൾ കേരളത്തിൽ വ്യാപകമായി ഓടുകയും ചെയ്തു. തൊട്ടു പിന്നാലെ അതിനെ ആ രീതിയിൽ എന്തായാലും വിടാൻ നമ്മളും ഉദ്ദേശിച്ചിട്ടില്ല. ഇത്രയധികം കാര്യങ്ങൾ ഈ ഛത്തീസ്ഗഡിൽ ചെയ്ത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ഒരു വശത്ത് നടത്തുമ്പോൾ, അവർ അത് നിർബാധം തുടരുമ്പോൾ, ഹിന്ദു സംഘടനകളെ മാത്രം അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ, BJP അടക്കമുള്ള ദേശീയ പ്രസ്ഥാനങ്ങളെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമുണ്ട്. 9 ക്യാമറകൾ നിങ്ങൾ ഞങ്ങൾക്ക് നേരെ തിരിച്ചു പിടിച്ചാൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു സംഘടനകൾക്ക് നേരെ തിരിച്ചു പിടിച്ചാൽ, നിങ്ങൾക്ക് നേരെ തിരിയാൻ ഒരു ക്യാമറ കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മറന്നുപോയി. ആ ക്യാമറ ജനം TVയുടേതാണ് എന്ന് നിങ്ങൾ ഓർത്തില്ല, നിങ്ങൾ മനസ്സിലാക്കിയില്ല. ഛത്തീസ്ഗഡിൽ നിന്നും ജനം TV അങ്ങനെ കുറ്റിയേറ്റ് പോയിട്ടില്ല, ഛത്തീസ്ഗഡ് വിട്ടിട്ടില്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ജനം TV ഇതാ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നു. എന്താണ് ഇവരുടെയൊക്കെ തനിനിറം എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട 37 വർഷമായി ഇവിടെ മതപരിവർത്തനവും മതപ്രചാരണവും നടത്തുന്നയാൾ, തിരുവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹമൊക്കെ കേൾക്കാൻ പറയുകയാണ്, നിങ്ങളുടെ തനിനിറം ഇതാ പ്രേക്ഷക സമക്ഷം ഞങ്ങൾ കൊണ്ടുവരികയാണ്, ജനം TV കൊണ്ടുവരികയാണ്. നിങ്ങൾക്ക് നേരെ തുറന്നു പിടിച്ച ക്യാമറയുമായി ഈ ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് കേന്ദ്രങ്ങളിൽ, ഛത്തീസ്ഗഡിലെ വനമേഖലകളിൽ, ആദിവാസി കേന്ദ്രങ്ങളിൽ ജനം TV ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ പോയി. ഇപ്പോൾ ജനം TVയോട് മാവോയിസ്റ്റ്, ദന്തേവാഡ മാവോയിസ്റ്റ് ഡിവിഷണൽ കമാൻഡർ, അദ്ദേഹത്തിൻ്റെ ബീജാപൂർ ജില്ലയിലെ വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല, അത് സുരക്ഷാപരമായ കാരണങ്ങളാലാണ്. അദ്ദേഹം കീഴടങ്ങിയ വ്യക്തിയാണ്. അദ്ദേഹത്തെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് കണ്ടെത്തി. അദ്ദേഹം പറയുന്ന കാര്യം മാവോയിസ്റ്റുകൾക്കും മിഷണറിമാർക്കും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇവർ പരസ്പരം സഹായിക്കാറുണ്ട്. ഉന്നത നേതൃത്വത്തിനാണ് ഇവരുമായി ബന്ധമുള്ളതും ഇവരുമായി ഏകോപനങ്ങൾ നടത്താറുള്ളതും. റായ്പൂരിലെയും ജഗദൽപൂരിലെയും അതോടൊപ്പം ദന്തേവാഡയിലെയും
വിവിധ ക്രിസ്ത്യൻ മിഷണറിമാരുമായി ബന്ധമുണ്ട്. ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അടക്കം ഈ മാവോയിസ്റ്റ് നേതൃനിരയിലെ ഉന്നതർക്ക് ഇവർ നൽകാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരു കാര്യം, അത് നാളെ നമ്മൾ വെച്ചിരിക്കുകയാണ്. ഈ പ്രദേശത്തെ വനവാസികളുടെ ബൈറ്റ് നമ്മൾ എടുത്തിരുന്നു. അവർ പറഞ്ഞതും നമ്മൾ നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇന്നുകൊണ്ട് തീർന്നു എന്ന് നിങ്ങൾ ആരും കരുതേണ്ടതില്ല. അവർ പറയുന്നത് പനി വന്നാൽ, അസുഖം വന്നാൽ മരുന്ന് നൽകുന്നത്, മാവോയിസ്റ്റുകൾക്ക് നൽകുന്നത് ഈ മിഷണറിമാരാണ്, ഭക്ഷണം നൽകുന്നത് ഇവരാണ്, ഒക്കെ തന്നെ ഓരോന്നായി പുറത്തു വരുന്നത്. ഇതാ ഒരു മാവോയിസ്റ്റ് കമാൻഡർ തന്നെ, ഈ ദന്തേവാഡയിലെ കമാൻഡർ തന്നെ പറയുന്നു, ഇത്തരത്തിൽ സഹായം കിട്ടിയിരുന്നു, അത് ഉന്നത നേതൃത്വത്തിന് അറിയാമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. താൻ ഡിവിഷണൽ കമാൻഡറാണ്, തനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇത് ആരൊക്കെയെന്നറിയില്ല, പക്ഷേ ഇത്തരം സഹായം കിട്ടുന്നു എന്ന് തനിക്കറിയാം എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജനം TV ഇവിടെ ക്യാമറയുമായി എത്തിയത് നിങ്ങൾക്ക് സ്തുതി പാടാൻ വേണ്ടിയല്ല. നിങ്ങൾ 9 ക്യാമറയുമായി നിങ്ങൾ വ്യാജം പ്രചരിപ്പിച്ചാൽ, വ്യാഖ്യാനങ്ങൾ ചമച്ചാൽ, കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ നിങ്ങൾ ഇവിടുത്തെ BJP സർക്കാരിനെയും ഇവിടുത്തെ ഹിന്ദു സംഘടനകളെയും തെറ്റിദ്ധാരണ ജനകമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ, നിങ്ങൾക്ക് നേരെ തുറന്നു പിടിച്ച ക്യാമറയുമായി ജനം TV ഛത്തീസ്ഗഡിലുണ്ട് എന്ന് ഓർമ്മ വേണം. ഓരോ ദിവസവും ഓരോ വാർത്തകൾ ഛത്തീസ്ഗഡിൽ നിന്നും ജനം TV പുറത്തു കൊണ്ടുവരും. ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ മാവോയിസ്റ്റ് കമാൻഡർ ഇവിടുത്തെ ഡിവിഷണൽ കമാൻഡറെ നമുക്ക് കിട്ടിയെങ്കിൽ ഇതിനപ്പുറത്തേക്ക് വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള ആളുകളുടെ ബൈറ്റുകൾ നമ്മുടെ കൈവശമുണ്ട് എന്നുകൂടി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുകയാണ്. പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ, തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ നമ്മൾ ഈ വാർത്ത മുന്നോട്ട് വയ്ക്കുകയാണ്. എന്ത് തരത്തിലുള്ള പ്രതിസന്ധി വന്നാലും, നിയമ നടപടികൾ വന്നാലും നേരിടാൻ തക്കവണ്ണമാണ് നമ്മൾ ഈ പ്രതികരണങ്ങളെല്ലാം തന്നെ എടുത്തിട്ടുള്ളത്. അവരുടെ പരിപൂർണമായ സമ്മതത്തോടുകൂടി, അവരുടെ പരിപൂർണമായ അനുമതിയോടുകൂടി, പോലീസിൻ്റെ ക്ലിയറൻസോടുകൂടി നമ്മൾ ഈ സംവിധാനം എടുത്തിരിക്കുന്നത്. മാവോയിസ്റ്റുകളുമായി ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ബന്ധമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ചില ഹിന്ദു സംഘടനാ നേതാക്കൾ പറയുന്നത് കേട്ടു, അങ്ങനെ ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അവരോട് തിരിച്ച് പല ചാനലുകളിലെയും ആങ്കർമാർ ചോദിക്കുമ്പോൾ അവർ മറുപടിയില്ലാതെ തപ്പിത്തടയുന്നത് നമ്മൾ കണ്ടതുമാണ്. ഇതൊരു ആരോപണം മാത്രമായിരുന്നുവെങ്കിൽ ഇന്നതാ ഇത് മാറുന്നു. നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ, നിങ്ങൾ നെഞ്ചു വിരിച്ച് നിന്ന് ഇനി ആങ്കർമാരോട് പറയാം, അവിടുത്തെ ഹിന്ദു സംഘടനാ നേതാക്കളോടാണ് ഞങ്ങൾ പറയുന്നത്, ഇവിടെ മാവോയിസ്റ്റുകളും മിഷണറിമാരുമായി ബന്ധമുണ്ട്. എന്ത് തെളിവ് വേണമെങ്കിലും നിങ്ങൾക്ക് ജനം TVയുമായി സംവദിക്കാം. കാരണം ജനം TV ശേഖരിച്ച തെളിവുകൾ വരുന്ന ദിവസങ്ങളിൽ ഓരോന്നായി പുറത്തു വരാൻ പോവുകയാണ്. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ 10 മുഖ്യധാരാ മാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 9 മാധ്യമങ്ങളും ഛത്തീസ്ഗഡിൽ നിന്നും തെറ്റായ വാർത്തകൾ കേരളത്തിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ ആ 9-ൽ നിന്നും വ്യത്യസ്തമായി നിന്ന ഏക മാധ്യമം ജനം TV ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീകാന്ത്, ആ അഭിമുഖത്തിനകത്ത് ഈ മുൻപ് കമ്മ്യൂണിസ്റ്റ് ഭീകരനായിരുന്ന അല്ലെങ്കിൽ മാവോയിസ്റ്റ് സംഘടനകളുടെ പ്രധാനപ്പെട്ട ഡിവിഷണൽ കമാൻഡർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് ചില കോർഡിനേഷൻ ഇവരുടെ മുതിർന്ന കമാൻഡർമാരും അതുപോലെ തന്നെ ഈ ക്രൈസ്തവ മിഷണറിമാരും തമ്മിൽ ചില കോർഡിനേഷനുകൾ നടന്നിരുന്നു എന്നതിനെപ്പറ്റി പറയുന്നുണ്ടല്ലോ, അതേപ്പറ്റി ഒന്ന് വിശദീകരിക്കുമോ ശ്രീകാന്ത്? നേരത്തെ നമുക്ക് ഗൗതം, നേരത്തെ നമുക്ക് ഇവരിലേക്ക് നമ്മൾ എത്തുന്നത് ചില പ്രത്യേക കാരണങ്ങളാലാണ്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ നിന്നും ഈ മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെ തന്നെ ഈ ബസ്തർ ഡിവിഷനിൽ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ നമ്മൾ ഇവിടെ വന്നപ്പോൾ പരിചയപ്പെടുന്നു. ആ പരിചയം വഴിയാണ് നമ്മൾക്ക് ഈ വാർത്തകൾ കിട്ടുന്നത്. അദ്ദേഹം നമ്മളോട് പറഞ്ഞു, ഇങ്ങനെ ചില ഡീലുകൾ ഈ മാവോയിസ്റ്റുകളും ഒപ്പം തന്നെ മിഷണറിമാരും തമ്മിൽ നടക്കാറുണ്ട്. കാരണം സർക്കാരിന് പോലും ചെന്നെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ ഇവർ സേവന പ്രവർത്തനം എന്ന നിലയിൽ ശ്രീകാന്തിലേക്ക് വളരെ വേഗത്തിൽ മടങ്ങിയെത്താം. ഇപ്പോൾ കാഭ സുരേന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കാഭ സുരേന്ദ്രൻ, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഈ വാർത്ത വന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ഈ ജനം TVക്ക് നൽകിയ ഒരു ബൈറ്റിനകത്ത് ബസ്തറിലെ മാവോയിസ്റ്റ് മുൻ ഡിവിഷണൽ കമാൻഡറായിട്ടുള്ള ഈ വ്യക്തി ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ക്രൈസ്തവ മിഷണറിമാരും കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകളും ചേർന്നുകൊണ്ടാണ് ഛത്തീസ്ഗഡ് അതല്ലെങ്കിൽ ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള ഭാരതത്തിലെ വനമേഖലകളിൽ പ്രവർത്തിക്കുന്നത്. അതൊരു വളരെ വിശാലമായ പ്രവർത്തനമാണ് നടക്കുന്നത്. മാവോയിസ്റ്റുകൾ വനമേഖലകളിൽ ക്രൈസ്തവ മിഷണറിമാർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സ്വാധീനം ഒരുക്കി കൊടുക്കുന്നു. ആ സ്വാധീനത്തിലൂടെ അവിടെ മതപരിവർത്തനം വളരെ കൃത്യമായിട്ട് തന്നെ നടക്കുന്നുവെന്ന വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തുന്നത് മാവോയിസ്റ്റ് മുൻ കമാൻഡറായിട്ടുള്ള ഡിവിഷണൽ കമാൻഡറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ കാഭ സുരേന്ദ്രൻ? അതില് 2-3 കാര്യങ്ങളുണ്ട്. അവിടെ ഈ ഭരണം
ഭരണകൂടത്തിന് നേരിട്ട് ബന്ധമില്ലാത്ത പ്രദേശങ്ങളാണല്ലോ ഈ മാവോയിസ്റ്റ് എന്ന് പറയുന്ന ആ പ്രദേശങ്ങൾ. അവിടെ ഈ രണ്ടു കൂട്ടരും മാറി മാറി അവരവരുടെ സോണുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് പരസ്പര ധാരണയിൽ. അതായത് ചില പ്രദേശങ്ങൾ മിഷണറിമാര് കൈകാര്യം ചെയ്യും, ചില പ്രദേശങ്ങൾ മാവോയിസ്റ്റുകൾ കൈകാര്യം ചെയ്യും. അത് കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണകാര്യങ്ങൾ അടക്കം അവിടെ വേറെ സർക്കാരിന്റെ സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോ ഈ ഖനി അവിടെയുള്ള ഈ ഖനികളോ അങ്ങനത്തെ എന്തെങ്കിലും തൊഴിൽ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ അവിടം നിയന്ത്രിക്കുന്നത് ഈ രണ്ടു കൂട്ടരും പരസ്പരം പങ്കിട്ടിട്ടാണ്. ഓരോരോ തൊഴിൽ മേഖലകൾ എന്തെങ്കിലും സർക്കാരിന്റെ വികസന പദ്ധതികൾ വന്നാൽ അത് ആര് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് പോലും ഈ രണ്ടു കൂട്ടരും പങ്കിട്ടെടുത്തിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് അവർ തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും സത്യത്തിൽ ഈ രണ്ടു കൂട്ടരും ചേർന്നിട്ടാണ് ആ പ്രദേശം ഭരിക്കുന്നതും കീഴടക്കുന്നതും അവിടുത്തെ സാമ്പത്തിക തൊഴിൽ കാര്യങ്ങളടക്കം നിയന്ത്രിക്കുന്നതും. അത് ഒരു കാര്യം. രണ്ടാമത് ഇപ്പൊ അതിന്റെ ചില വിശദാംശങ്ങളാണ് നമ്മുടെ ഈ വിവേക് അഗ്നിഹോത്രി എഴുതിയിരിക്കുന്ന അർബൻ നക്സൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഈ രണ്ടു കൂട്ടരുടെ കൂടിച്ചേർന്നുള്ള ഈ നക്സൽ മിഷണറി നെക്സസിനെ സംബന്ധിച്ച ഡീറ്റെയിൽഡ് സ്റ്റഡി ആ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ടാണ് അതിനെതിരെ ഈ ആൾക്കാർ അദ്ദേഹം പിടിച്ച സിനിമയ്ക്കെതിരെ യൂണിവേഴ്സിറ്റികളിൽ പ്രദർശനത്തിന് കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരൊക്കെ ഒരേ സമയത്ത് തന്നെ അതിനെ എതിർത്തതിന്റെ കാരണം തടയുകയും അദ്ദേഹത്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തതിന്റെ കാരണം ഈ സത്യം പുറത്തു വരുന്നു എന്നുള്ളത് കൊണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ഈ രണ്ടു കൂട്ടരും ചേർന്നാണ് ഭരണം നടത്തുന്നത്. നമ്മൾ പൊതുവെ മാവോയിസ്റ്റ് മേഖല എന്ന് പറയുന്നുണ്ടെങ്കിലും അത് വാസ്തവത്തിൽ മാവോയിസ്റ്റുകളുടെ മാത്രം മേഖലയില്ല, മിഷണറി മാവോയിസ്റ്റ് കൂട്ടുകെട്ടാണ് അവിടെ ഭരണം നടത്തുന്നത്. ജനങ്ങളുടെ വികസനത്തെ തടയുന്നത് സർക്കാർ പദ്ധതികൾ എന്തെങ്കിലും വന്നാൽ അത് തടഞ്ഞു കളയും. അതിനുവേണ്ടി അവിടെ കൊണ്ടുവരുന്ന മിഷണറികളെ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, അടിച്ചോടിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ഇപ്പൊ ലക്ഷ്മണാനന്ദ സ്വാമിയുടെ മരണം, കൊലപാതകം നടത്തിയത് ആരാണ്? മാവോയിസ്റ്റുകളാണ് പ്രത്യക്ഷത്തിൽ തോക്കുമായിട്ട് വെടിവെച്ചു കൊന്നത്. പക്ഷെ അതിനു മുന്നേ ആ കൊലപാതകത്തിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ രേഖകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് പുരോഹിതന്മാരും നക്സലൈറ്റുകളും ചേർന്ന് നടത്തിയ മിനിറ്റ്സ് അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ലക്ഷ്മണാനന്ദ സ്വാമി കൊലപാതകത്തിന് ശേഷം ആ മിനിറ്റ്സ് ഒക്കെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അവിടുത്തെ ഭാഷയിലുള്ള ഇതും അതുപോലെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ചേർത്തിട്ടുള്ള അവരുടെ മിനിറ്റ്സിന്റെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ രണ്ടു കൂട്ടരും കൂടി ചേർന്നിട്ടാണ് ലക്ഷ്മണാനന്ദ സ്വാമിയെ വധിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തനം അവിടെ വനവാസി മേഖലയിലെ വിദ്യാർത്ഥികളിൽ വിദ്യാഭ്യാസം നൽകുന്നു, അവർക്ക് സംസ്കാരം നൽകുന്നു, അവരുടെ മാതാപിതാക്കൾ ഈ ലഹരി വിമുക്തരാവുന്നു, സംസ്കാര സമ്പന്നരും വിദ്യാഭ്യാസമുള്ളവരുമായി മാറിയാൽ ഇവർക്ക് അടിമകളാക്കി കിട്ടില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് അത്തരം പ്രവർത്തനങ്ങളെ തടയാൻ അവർ മെനക്കെട്ടും തയ്യാറാകുന്നതും എന്തു വില കൊടുത്തും അതിനെ അല്ലെങ്കിൽ ഈ 85-88 വയസ്സുണ്ടായിരുന്ന അദ്ദേഹത്തിന് 40-ലധികം വെടിമറ്റും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പൊടിച്ചിട്ടുണ്ട്. അത് നക്സലൈറ്റുകൾക്ക് സ്വാമി എങ്ങനെയാണ് ശത്രുവാകുന്നത്? നക്സലൈറ്റുകൾക്കല്ല ശത്രു, മിഷണറി പ്രവർത്തനത്തിന് തടസ്സമുണ്ടാവുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് ജനങ്ങൾ മാറിപ്പോകുന്നു എന്ന കാരണത്താൽ ആണ് അദ്ദേഹത്തിന് ഉന്മൂലനം ചെയ്യുന്നത്. നക്സലൈറ്റുകളുടെ ശത്രുവായതുകൊണ്ടല്ല. നക്സലൈറ്റുകളെ അതിനുവേണ്ടി വിലക്കെടുക്കുന്നു, അവർക്ക് ആവശ്യത്തിന് പണവുമായി എത്തിച്ചു കൊടുക്കുന്നു, അവരത് ഓപ്പറേറ്റ് ചെയ്യുന്നു. ഈ മുൻപിലേക്ക് വന്ന യന്ത്രം മാത്രമേ, തോക്കുമം പിടിച്ചു വന്ന നക്സലൈറ്റുകളെ മാത്രമേ ലോകം കണ്ടിട്ടുള്ളൂ. അവരുടെ പിന്നിൽ അവരെ പ്രവർത്തിപ്പിച്ച, അവർക്ക് പണം കൊടുത്ത, അവരെ അതിനുവേണ്ടി തയ്യാറാക്കിയ, അതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയ ആൾക്കാരെ കുറിച്ച് വലിയ ചർച്ചയൊന്നും വന്നില്ല. വരാത്തതിന്റെ കാരണം ഇപ്പോഴത്തെ ഈ കുറച്ച് മാധ്യമ പ്രവർത്തകരുടെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. ബഹുഭൂരിപക്ഷം മാധ്യമ പ്രവർത്തകർ ഇവരുടെയൊക്കെ പേറോളിൽ പെട്ടണം, പണം കൈപ്പറ്റായിരിക്കണം ഈ മാധ്യമങ്ങൾ പലതും ഇത്തരം വാർത്തകളെ സംസ്കരിക്കുന്നതും വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതും പുതിയ നരേറ്റീവുകൾ ഉണ്ടാക്കുന്നതും ഒക്കെ ഈ മാധ്യമപ്രവർത്തകർ ഇത്തരം ശക്തമാകുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ ഛത്തീസ്ഗഡിലെ വിഷ്ണുദേവ് സായി സർക്കാർ ഈ മാസം അവസാനം ചേരാൻ പോകുന്ന നിയമസഭയിൽ തന്നെ മതപരിവർത്തനത്തെ തടഞ്ഞുകൊണ്ടുള്ള അതിശക്തമായ നിയമം കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് അവിടെ നിന്നും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്.